ഹലോ, ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ഒരു കുട്ടി ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോട്ടോ. ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ എന്താഗ്രഹം പറഞ്ഞാലും അവർക്ക് പറ്റുന്ന പോലെ അവരെനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രായമൊക്കെ എത്തി നിൽക്കുമ്പോൾ അവരുടെ കുട്ടി ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണേ നമ്മുടെ ഈ ഒരു കടമയല്ലേ. അപ്പോൾ നമുക്കിന്ന് അങ്ങോട്ട് പോവാം. ഓക്കെ, ആദ്യം വീട്ടിൽ പോയിട്ട് അമ്മയും അനിയനും പിക്ക് ചെയ്തു കേട്ടോ. അച്ഛന് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, അച്ഛമ്മ വയ്യാതെ കിടക്കുന്നു, അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, സോ അച്ഛൻ വന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുള്ള ആദിയോഗി ശിവ സ്റ്റാച്യു കാണാനാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് നിന്ന് എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അവരെന്തോ ഫാസ്റ്റാഗ് എന്തോ ഓട്ടിക്കുന്നൊക്കെ തിരക്കിലായിരുന്നു കേട്ടോ. മിസ്റ്റർ വിനയ്, ഇതാണ് എൻ്റെ ഒരേ ഒരു അളിയനെ. ഓക്കെ, ഇത് ചിന്നു, നമ്മുടെ വിനയുടെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. നമ്മളെവിടെ പോണേ? എവിടെ പോണേ? എവിടെ പോണേ പറയൂ. അറിയില്ലേ? ആ വണ്ടിയിൽ നിന്ന് ചിന്നുനെ ഈ വണ്ടിയിലോട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ് ഗൈസ്, അല്ലേ ചിന്നു? പറയൂ. ജേണി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് അവർ മുന്നിൽ ഞങ്ങൾ പിന്നാലെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിലിപ്പോൾ. പിന്നെ കോയമ്പത്തൂരൊക്കെ എത്തിയപ്പോൾ വിശപ്പിൻ്റെ ചെറിയ വിളി വന്നു. സോ ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറി. നമ്മൾ എവിടേക്കാ പോണം പറയും? ഞാൻ പറഞ്ഞു ചായയിൽ മാത്രം ഒതുക്കിയില്ല കേട്ടോ, കൂടെ കഴിക്കാൻ കുറച്ച് ഐറ്റംസ് കൂടെ പറഞ്ഞേ. ആദ്യം തന്നെ 2 ക്രീം ബണ്ണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ചായ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും സമൂസയും പപ്സും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ ആയിരുന്നു, ചിന്നൂന് മാത്രം പാലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ പോകുന്ന സൈഡിലായിരുന്നു കേട്ടോ വെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൺകിസ്ഡൊക്കെ കിട്ടിയിട്ട് ഫൈനലി നമ്മളങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടിയിൽ ഞാൻ, ഏട്ടനും പിന്നെ അതുപോലെ തന്നെ അമ്മയും മാത്രമേ ഉള്ളൂ. അനിയനും ചിന്നുവും അവരുടെ കൂടെ അവരുടെ കാറിൽ കയറി കേട്ടോ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മളിതാ ഇഷ എത്താറായിട്ടുണ്ടായിരുന്നു. പാലക്കാട് നിന്ന് ഒരു 2-3 മണിക്കൂർ അടുപ്പിച്ച് ദൂരം വരുന്നുണ്ട് കേട്ടോ ഇഷയിലേക്ക്. അതായത് ഈവനിങ് ആയപ്പോഴേക്കും നമ്മളൊരു ഫൈനലി ഇവിടെ ഇഷയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഇവിടേക്ക് ഉണ്ട് കേട്ടോ. വെല്ലിയങ്കിരി മലനിരകളുടെ അടിവാരത്തിലാണ് ഈ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊന്നും ഇല്ല, ഓൺലി പാർക്കിംഗ് ചാർജ് മാത്രമേ ഉള്ളൂ. അതും വെറും 30 രൂപ അങ്ങനെ എന്തോ ആണ് വരുന്നുള്ളൂ കേട്ടോ. നല്ല ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഈവനിങ് ടൈം വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്, കാരണം നല്ല വെയിലുണ്ടായിരിക്കും അല്ലാത്ത സമയത്ത് വരുമ്പോൾ. ഈവനിങ് ടൈം ആകുമ്പോൾ നല്ല ശാന്തമായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അമ്മക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. അമ്മ അമ്മയുടെ ചേച്ചിയുടെ അനിയത്തിനും കൂടെ പോകാൻ വേണ്ടി നിന്നതാണ് അല്ലേ? അതെ. അപ്പം അത് നടന്നില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടൊന്ന് പോകണമെന്ന്. അപ്പം എന്ത് ചെയ്തു, ഞാൻ വന്നപ്പോൾ കൊണ്ടുപോയി അല്ലേ. നമ്മളിപ്പോൾ അവിടെ എത്തി. എവിടെ? അതാ ബാക്കിലാണ്. ഇഷ ആദിയോഗി സെൻ്ററിലെത്തി നമ്മളിവിടെ. ഇഷ ഫൗണ്ടേഷൻ. ഇതാണ് ഞങ്ങളുടെ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു കേട്ടോ. നല്ല വിശാലമായ ഗ്രൗണ്ട് കിട്ടിയപ്പോൾ ആൾക്ക് നല്ല സന്തോഷമായി. പിന്നെ ഇത് മൊത്തം പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളേ. പറയൂ, എന്നെ കുറ്റം പറയൂ. അതെ 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 അതെ. അങ്ങനെ കുറച്ച് തള്ളലൊക്കെ കേട്ടിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ കാളക്കുട്ടന്മാരുണ്ട്, കാരണം ഇതിൻ്റെ ബാക്കിൽ ഒരു യോഗ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ കൊണ്ടുവന്നത് ഇവരൊക്കെ വെച്ചിട്ട്, കാളകളെ വെച്ചിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നേ. സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈവനിങ് കുറേ ഇങ്ങനെ ഇതും കണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മളിപ്പോൾ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ കുറേ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അനിയത്തിക്ക് എൻ്റെ വീഡിയോയിൽ വരാൻ തീരെ താല്പര്യമില്ല, പക്ഷെ ഞാൻ അവളെ എടുക്കും. കണ്ടോ, അനിയത്തിയുടെ ഭർത്താവ് അവിടെ നിന്ന് കഷ്ടപ്പെടുകയാണ്. അതേപോലെ തന്നെ എൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ഇതാ എൻ്റെ ഹസ്ബൻഡും ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രതിമ ആദിയോഗി പ്രതിമയുടെ ഉയരെന്നൊക്കെ പറയുന്നത് 112 അടിയാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നല്ല തിരക്ക് കൂടി. പിന്നെ നമ്മൾ ലൈറ്റ് ഷോ കാണാനായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ലൈറ്റ് ഷോ കാണാനായിട്ട്. അപ്പോൾ ഒരു 7:30 അതിൻ്റെ ഉള്ളിലാണ് തുടങ്ങിയത്. Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown.
അങ്ങനെ ലേറ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴുള്ള ബ്ലോക്കാണ് ഇത്. ബസ്സിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഡയറക്റ്റ് നേരെ പാലക്കാടാണ് വെച്ച് പിടിച്ചത്, അവിടെ നിന്ന് ഫുഡ് കഴിക്കാന്നുള്ളത് രീതിയിൽ. അങ്ങനെ പാലക്കാട് അപ് ടൗണിലെത്തിയപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ കയറിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ അനിയത്തി ഹസ്ബൻഡ് അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടേഴ്സൊക്കെ പറഞ്ഞിട്ടായിരിക്കുമായിരുന്നു. കണ്ടോ എൻ്റെ അനിയത്തിയുടെ പുച്ഛഭാവം കണ്ടോ, അവൾക്ക് ഇഷ്ടമല്ല എൻ്റെ വീഡിയോയിൽ വരാറായിട്ട്. സാരില്ല, എന്നാലും ഞാൻ എടുക്കും, എല്ലാവരും ഞാൻ എടുക്കും. കണ്ടില്ലേ, എല്ലാവരും ഇതാണ് ഒരു എക്സ്പ്രഷൻ. പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, വരുമ്പോൾ കാണാൻ എന്തൊക്കെയാണെന്നുള്ളത്. ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോലിപോപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഡ്രാഗൺ ചിക്കൻ, പിന്നെ എന്തൊക്കെയൊക്കെയോ വെറൈറ്റി നെയിംസാണ്, എനിക്കതൊന്നും ഓർമ്മയില്ല കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ആക്രാന്തത്തിൽ അതൊക്കെ എടുത്ത് കഴിച്ചു. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ. അപ്പോൾ എല്ലാതും ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ സ്റ്റാർട്ടർ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത മെയിൻ വന്നു. മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അൽഫാം, പിന്നെ പൊറോട്ട, അതൊക്കെയാണ്. ഹണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പെരിപ്പെരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചു, പൊറോട്ടയൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു. അങ്ങനെ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ, കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 10 മണി 11 ആവാറായിട്ടുണ്ടായിരുന്നു. സോ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് അവരവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞ് പോവാണ്. അതിൻ്റെ സീനൊക്കെയാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ അവൾ എന്തായാലും വിനയുടെ കൂടെ ഷിപ്പിൽ പോവാണ്. സോ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു 6-7 മാസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ യാത്രയായിപ്പാണ് ഈ കാണുന്നത്. അപ്പോഴും വീഡിയോ എടുക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. സോ സാരില്ല, ഇരിക്കട്ടെ അവിടെ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ എല്ലാവരുടെ അടുത്തും ബൈ പറഞ്ഞു കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ടാറ്റ, ബൈ ബൈ, സീ യു.